ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെക് ആൻഡ് ബ്ലോഗ് സഫാരി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചെറിയൊരു മിനി ട്രൈപോഡിൻ്റെ അൺബോക്സിംഗ് ആണ്. നമ്മളിപ്പോൾ ചെറിയ മിനി ട്രൈപോഡ് വാങ്ങുന്നുണ്ട്. ഭാവിയിൽ വ്ളോഗിങ് ചെയ്യാനായിട്ട് ചെറിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അല്ലാതെ നമുക്ക് ആവശ്യം സ്റ്റാൻഡ് ബൈ ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ ചെറിയൊരു ട്രൈപോഡ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോക്സ് ഇത് കിട്ടിയിട്ടുണ്ട് ട്രൈപോഡിൻ്റെ. നമുക്കപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഈ ബോക്സ്. അൺബോക്സിങ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. ഇത് ആമസോണിൽ നിന്നാണ് നമ്മൾ ഈ ട്രൈപോഡ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതൊരു മിനി ട്രൈപോഡാണ്. ഇതിന് ആമസോണിൽ ഏകദേശം 299 രൂപയാണ് വില വന്നത്. അപ്പോൾ അത് നമുക്ക് എന്തായാലും സമയങ്ങളെ നേരെ അൺബോക്സ് ചെയ്യാം. അതിൻ്റെ പ്രൈസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. 299 രൂപയാണ് ഈ മിനി ട്രൈപോഡിന് ആമസോണിലെ പ്രൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ഈ ട്രൈപോഡ് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചേട്ടാ, ഇത് പൊളിച്ച് വരുമ്പോൾ ഒന്നും ഉണ്ടാകുന്നു. വാവ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ മിനി ട്രൈപോഡ്. ഈ ബോക്സ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ പ്രൈസ് എഴുതിയിരിക്കുന്നത് കാണാമെന്ന് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഇതിലെ പ്രൈസ് 1000 രൂപയുടെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡും ക്യാമറ മൗണ്ടും. കുഞ്ഞ് ട്രൈപോഡാണ്, വളരെ കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയൊരു ട്രൈപോഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ലെങ്ത്ത് കൂട്ടാനായിട്ട് സാധിക്കും. എന്നിട്ട് ചെറിയൊരു പ്രസ്സിങ് ബട്ടൺ പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൽ പ്രസ് ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമുക്കൊരു നോബുണ്ട്, നമ്മുടെ ആംഗിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇത് ഫിക്സ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് 180 ഡിഗ്രിയാണ്. ഇത് നമ്മുടെ ക്യാമറ മൗണ്ട്. നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. അത് 360 ഡിഗ്രി റൊട്ടേഷനുള്ള ഇതാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമ്മുടെ ഈ പ്രോഡക്റ്റിനുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
അടിയിൽ പിന്നെ ബുഷ് ഉണ്ട്, തെന്നിയൊന്നും പോവാതെ ഫിക്സായിട്ട് ഉറച്ച് നിൽക്കാനായിട്ട്. നമുക്കപ്പോൾ ഒരു ഫോൺ ചുമ്മാ ഒന്ന് വെച്ച് നോക്കാം. ഇപ്പോൾ വർക്കൊന്നും ചെയ്യാത്തൊരു ഫോണാണ്, ചുമ്മാ നമ്മളൊന്ന് വെച്ച് നോക്കുന്നുള്ളൂ. ഫോൺ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഓരോ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ലെങ്ത്ത് കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മറിഞ്ഞു കൊണ്ടോ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഫോണിൻ്റെ വെയിറ്റ് അനുസരിച്ച് അങ്ങനെ മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കത് അങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം. ബട്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിനി ട്രൈപോഡ് തന്നെയാണ്. എല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാൻ തക്ക വിധത്തിലാണ് അതിൻ്റെ ഓരോ ഫങ്ഷൻസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ മിനി ട്രൈപോഡ്. അപ്പോൾ നിങ്ങൾക്കും വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് കയറി വാങ്ങാവുന്നതാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 299 രൂപയാണ് ആമസോണിൽ പ്രൈസ്. പക്ഷെ നമുക്കിവിടെ കിട്ടിയ ഈ ബോക്സിനകത്ത് നമുക്ക് പ്രൈസ് കാണുന്നത്, ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും 999 രൂപയാണ് ഇട്ടിരിക്കുന്നത്. അത് ചുമ്മാ ഇട്ടേക്കണേ ആയിരിക്കും, എങ്കിലും നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ മിനി ട്രൈപോഡ്. എനിക്ക് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടു ഈ ചെറിയ മിനി ട്രൈപോഡ്. അപ്പോൾ എന്തായാലും നമ്മൾ വ്ളോഗിങ് ചെയ്യുന്നവർക്കൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മിനി ട്രൈപോഡാണ്. ഹാൻഡിൽ ചെയ്യാനും വളരെ കംഫർട്ടാണ്. ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ അല്ല സ്റ്റാൻഡ് ബൈ ആയിട്ട് നമുക്ക് വെച്ച് എവിടെയെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും നമുക്കിങ്ങനെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എനിക്കിതായാലും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഭാവിയിൽ നമ്മൾ വ്ളോഗിങ് ചെയ്യാനായിട്ട് ചെറിയൊരു ആലോചനയുണ്ട്. ഇപ്പോഴൊന്നും ഇല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഒരു വ്ളോഗിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചെറിയ ആലോചനയുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ ട്രാവൽ വ്ളോഗ് ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളധികം പുറത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിരിക്കില്ല. നമ്മുടെ തന്നെ ഗ്രാമം, അതായത് നമ്മുടെ വില്ലേജ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇൻസ്റ്റയിലും അല്ലാതെ ഒക്കെ ഇടും, ട്രാവൽ അഡിക്റ്റഡ് അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ഇടുമെങ്കിലും ആൾക്കാർ സ്വന്തം പഞ്ചായത്ത് അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഒരിക്കലും നമ്മൾ കാണാറ് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ അധികം ദൂരെ ഊട്ടിയിലും മൈസൂരും അല്ലെങ്കിൽ എന്താ പറയുക മൂന്നാറും ഒക്കെ പോയിട്ട് ട്രാഫിക് ജാമിലൊക്കെ കടന്ന് കഷ്ടപ്പെട്ട് പോയി കാണുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളൊന്നും കാണരുത് അല്ലെങ്കിൽ അതൊന്നും കൊള്ളില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ നെയ്ബർ അല്ലെങ്കിൽ നമ്മുടെ ഓരോ തൊട്ടടുത്തുള്ള നമ്മുടെ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പഞ്ചായത്തിൽ പോലും എത്ര നല്ല നല്ല സ്ഥലങ്ങൾ കാണാനുണ്ടാവും. അപ്പോൾ അതൊന്നും കാണാതാണ് എല്ലാവരും അങ്ങനെ ദൂരേക്കൊക്കെ അല്ലെങ്കിൽ ഹിമാലയ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടുന്നത്. നമ്മൾ നേരെ തികച്ചും വ്യത്യസ്തമായി നമ്മുടെ സ്വന്തം ഗ്രാമം, അതായത് നമ്മുടെ മാറാടി ഗ്രാമം എക്സ്പ്ലോർ ചെയ്തായിരിക്കും നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള പ്രകൃതി രമണീയമായ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ദിസ് ഈസ് ഡിനിറ്റ് സൈനിങ് ഓഫ് ഫ്രം ടെക്കാർഡ് ബ്ലോഗ് സഫാരി. നമ്മളപ്പോൾ അടുത്തൊരു ദിവസം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.